പ്രധാന സേവകനെ പത്തനംതിട്ട വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലെത്തുന്നത്. ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന NDA മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ ഭാഗമാകും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ മിഥുൻ അവിടെ നിന്ന് റിപ്പോർട്ടുകളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്ന സാഹചര്യം, ഒരുക്കങ്ങളെല്ലാം പൂർണ്ണ രീതിയിൽ തന്നെ സമ്പൂർണ്ണമായി തന്നെ പുരോഗമിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ പ്രവർത്തകരുടെ ആവേശവും. ലക്ഷ്മി, പത്തനംതിട്ട അതിന്റെ ആവേശത്തിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. പ്രധാന സേവകനെ പത്തനംതിട്ടയിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് പത്തനംതിട്ടയിലെ മുഴുവൻ പ്രവർത്തകരും. അതിന്റെ ആവേശത്തിലാണ്, ആകാംക്ഷയിലാണ് പ്രവർത്തകരെല്ലാം ഇവിടെ അണിനിരക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ പ്രധാന വേദിയിലേക്ക് പ്രവർത്തകരെ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലുകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആ സമയം തന്നെ പ്രവർത്തകരെ ഇവിടെ പ്രധാന വേദിയിലേക്ക് കടത്തിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ രാവിലെ മുതൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെ പ്രവർത്തകരെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം ഇവിടെ ഉള്ളത്. അതിന്റെ ആവേശം അതിന്റെ ഏറ്റവും പൂർണ്ണ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി പ്രധാനമന്ത്രി ഇവിടെ പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷം 1:15 കൂടിയായിരിക്കും ഈ സമ്മേളനം നടക്കുന്ന പ്രധാന വേദിയിലേക്ക്, ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം എത്തുക. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും SPGയുടെ കമാൻഡേഴ്സും എല്ലാം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ അവസാനവട്ട വിലയിരുത്തലുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. BJP പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലെ BJP നേതാക്കളും യുവമോർച്ച പ്രവർത്തകരും എല്ലാം ഈ വേദിയുടെ അരികിൽ വിലയിരുത്തലുകളും ഒക്കെ ആയിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പാതിരാത്രിയോളം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാന വേദിക്ക് മുന്നിലും BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുകയായിരുന്നു. എത്രത്തോളം ആവേശത്തിലാണ്? ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ എത്തുകയാണ്. തീർച്ചയായിട്ടും അനിൽ ആൻ്റണി വിജയിക്കും. അതുകൊണ്ടാണ് മോദിജി എത്തുന്നത്. മോദിജിയുടെ ഗ്യാരണ്ടിയുമായിട്ട് അനിൽ ആൻ്റണി മത്സരിക്കുകയാണ്. അത്രമേൽ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. ഈ ഒരു ജനസഹസ്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ആവേശം കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറുകളിലെല്ലാം ഇവിടെ പ്രവർത്തകർ കാണാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ മികച്ച രീതിയിലാണ് ഞങ്ങൾ മോദിജിയെ സ്വീകരിക്കാനിരിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷ വാനോളമാണ്. എവിടെ ഈ ഭാഗത്തുള്ള പ്രവർത്തകരൊക്കെ തന്നെയാണ്? അതെ, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളത് പ്രവർത്തകരെ ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവർത്തകർ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി തന്നെ ഇവരെ ഉള്ളിലേക്ക് പ്രധാന വേദിയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ഒപ്പം തന്നെ BJP സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കർ, മറ്റ് ജില്ലാ നേതാക്കൾ, ജില്ലാ അധ്യക്ഷൻ VS സൂരജ് അടക്കമുള്ള ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. 1 മണിയോട് കൂടി അദ്ദേഹം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തും. ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷം 1:15 കൂടിയാണ് ഇവിടെ പ്രധാന വേദിയിലേക്ക് എത്തുക. മറ്റ് മാധ്യമങ്ങൾ പ്രവർത്തകർക്കടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് കടക്കുന്നതിന് ചില പ്രവേശനത്തിന് ചില അനുമതി മിഥുൻ, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി പ്രചാരണത്തിന് പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ശബരീശന്റെ മണ്ണാണ് പത്തനംതിട്ട. മാത്രമല്ല, അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഈ പറഞ്ഞതുപോലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാന സേവകൻ എത്തുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് എത്തി എന്നൊരു പ്രത്യേകത. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ കോൺഗ്രസ് വിട്ടതെന്ന് അനിൽ ആന്റണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രത്യേകതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, പ്രത്യേകതയുള്ള മണ്ണുമാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രധാന സേവകൻ പത്തനംതിട്ടയിലേക്ക് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഭാഗമായി പത്തനംതിട്ട തിരഞ്ഞെടുത്തതിൽ ആ ഒരു പ്രത്യേകത കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ലക്ഷ്മി, പത്തനംതിട്ട BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. BJP അത്രയും ലക്ഷ്യത്തോടു കൂടി കാണുന്ന ഒരു പ്രദേശം തന്നെയാണ്. നേരത്തെ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ നേരിട്ടെത്തി പ്രചാരണം നടത്തി. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനായിരുന്നു ഇവിടേക്ക് അന്ന് മത്സരിച്ചത്. അന്ന് 3 ലക്ഷത്തോളം വോട്ട് കേന്ദ്രീകരിക്കാൻ BJPയിലേക്ക് എത്തിക്കാൻ അന്നത്തെ പ്രചാരണത്തിലൂടെ ഇവിടെ സാധാരണ ജനങ്ങളടക്കമുള്ള ആളുകൾ ധാരാളമായി, പൊതുജനങ്ങൾ, BJP പ്രവർത്തകരല്ലാത്ത പൊതുജനങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരിലേക്ക് ഇവിടെ നിന്നാണ് വരുന്നത്.
എവിടുന്നാ? വസ്തുവും വീടുമില്ല, എനിക്ക്. മോള് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക, അവൾക്ക് ജോലിയൊന്നും ആയില്ല, തുടർന്ന് പഠിക്കണമെന്നുണ്ട്. വസ്തുവും വീടും ഞങ്ങൾക്കില്ല, വാടകയിലാണ് കിടക്കുന്നത്. എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ കൂലിപ്പണിക്ക് പോവാം, വീട്ടു ജോലിക്ക്. പ്രധാനമന്ത്രിയിലേക്ക് ആ ഒരു അപേക്ഷ എത്തിക്കാനുള്ള ശ്രമമാണ്. പ്രധാനമന്ത്രിക്ക് ഈ അപേക്ഷ കൊടുക്കാനാണ് ഞാൻ. വസ്തുവിനും വീടിനും വാടകയ്ക്കാണ് കിടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇവർ അപേക്ഷിച്ച് മടുത്തിട്ട് അവസാനം മോദിജി വരുമെന്നുള്ള പ്രതീക്ഷ വന്നതാണ്. ആ പാവം പിടിച്ച സ്ത്രീക്ക് അറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് കളക്ടറിന് കൊടുത്തപ്പം തന്നെ ഇത് കിട്ടി. പേപ്പറുകൾ കൊടുത്ത് നടത്തുവാണ് അവരെ. ഇത് കിട്ടി കളക്ടറിന് കൊടുത്തപ്പോൾ. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് ഏതൊക്കെ രീതിയിലുള്ള അപേക്ഷകളാണ് കൊടുക്കുന്നത്? അവയർനെസ് സെസ്സിലൊക്കെ അപേക്ഷകൾ കൊടുത്തില്ല? ഒന്നും കൊടുത്തിട്ടില്ല. കിട്ടിയില്ല? ഇല്ല, ഒന്നും കൊടുത്തിട്ട് കിട്ടിയില്ല. അപേക്ഷ കൊടുത്തു, പക്ഷേ പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഒന്ന് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇവിടെ BJP നേതാക്കളൊക്കെ ആയിട്ട് കണ്ടിരുന്നു, സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. ആരെയും കണ്ടില്ല, ഞാൻ പരിചയമുള്ളവരെ ആരെയും കണ്ടില്ല. എന്താണ് വിഷയം? എന്തായിരുന്നു യഥാർത്ഥത്തിൽ? പെൻഷൻ പ്രശ്നമാണോ? പെൻഷനല്ല, വസ്തുവും വീടുമില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇപ്പം ഞാനും മോളുമേ ഉള്ളൂ. മോളാണ്ടത്, അവൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു നിൽക്കാൻ കൂലിപ്പണി ചെയ്താൽ ഞാൻ അവളെ അത്രയും പഠിപ്പിച്ചു, കോളേജിൽ വിട്ട് പഠിപ്പിച്ചത്. ഇപ്പം അവൾക്ക് ജോലിയില്ല, തുടർന്ന് പഠിക്കണമെന്നുണ്ട് അവൾക്ക്. അപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സ്കീം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പരാതി കൊടുത്തു, അപേക്ഷ കൊടുത്തു? ഇല്ല, ഇല്ല. സ്വന്തമായൊരു കിടക്കാടം പോലും ഇല്ലാത്തതിന്റെ വേദന. ഓമല്ലു വാടകയ്ക്ക് കിടക്കുക, പള്ളിയുടെ താഴെ. സ്വന്തമായി കിടക്കാടം പോലും ഇല്ലാത്തതിന്റെ വേദനയാണ് ആ സ്ത്രീ പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇവിടേക്ക് തീർച്ചയായും സംസ്ഥാന സർക്കാർ എത്രയോ അപേക്ഷകൾ നൽകി, എന്നിട്ടും അതിനൊരു ഫലം ഉണ്ടാവാതെ ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു വരിക സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പേട് കൂടിയാണ്. സ്വന്തമായി കിടക്കാടമില്ലാത്ത എത്രയോ പേർ ഇത്തരത്തിൽ കണ്ണീരൊഴുക്കുന്ന, ഒരുപക്ഷെ ആത്മഹത്യ വരെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിഥുനാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രധാന സേവകൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുടെ ക്രമീകരണങ്ങളുടെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്.